പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകളെ തലച്ചോർ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. ആവശ്യമായ സന്ദർഭത്തിലോ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനോ ഇവയിൽ ഉചിതമായത് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള വ്യക്തിയുടെ കഴിവാണ് ബുദ്ധി അഥവാ ഇന്റലിജൻസ്. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന്റെ ഫലമാണ് ബുദ്ധി. എല്ലാവർക്കും ബുദ്ധി ഒരുപോലെയായിരിക്കില്ല. ചെസ് കളിക്കാരന് എപ്പോഴും വിജയകരമായി പദപ്രശ്നം പൂരിപ്പിക്കാൻ കഴിയണമെന്നില്ല. അതിനാൽ ബുദ്ധി പലതരത്തിലുണ്ടെന്ന് അനുമാനിക്കാം. ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബുദ്ധി, ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധി, ദൃശ്യബുദ്ധി, സാമൂഹികമായ ബുദ്ധി, സ്ഥലപരമായ ബുദ്ധി, വൈകാരിക ബുദ്ധി എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശേഷിയാണ് പദശേഷി അല്ലെങ്കിൽ വെർബൽ ഇന്റലിജൻസ്. സാധാരണ വാക്കുകൾ പഠിച്ച് ഹൃദിസ്ഥമാക്കാനും പ്രയോഗിക്കാനുമുള്ള കഴിവിനെ ബുദ്ധിയുടെ ലക്ഷണമായി കണക്കാക്കാം. പലതരം ബുദ്ധിയുണ്ടെന്ന് പറയാമെങ്കിലും അത്യാവശ്യം ബുദ്ധിശക്തിയുള്ളവർക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും യുക്തിപൂർവം പെരുമാറാനും സാധിക്കും. നമ്മുടെ ബുദ്ധിശക്തിയെ ദൃഢബുദ്ധി അഥവാ കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്നും ദ്രവബുദ്ധി അഥവാ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നും രണ്ടായി തിരിക്കാം. വിവിധ സമയങ്ങളിലായി നാം നേടിയിട്ടുള്ള മുഴുവൻ അറിവുകളും നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകും. ഈ അറിവുകളുടെ എല്ലാം ശേഖരത്തെയാണ് കോൺക്രീറ്റ് ബുദ്ധി അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ അറിവുകളെ ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനുള്ള കഴിവാണ് ദ്രവബുദ്ധി അഥവാ ഫ്ലൂയിഡ് ഇന്റലിജൻസ്. IQ എന്താണെന്ന് പ്രത്യേകിച്ച് ഒന്ന് അറിഞ്ഞിരിക്കണം. കാഴ്ചശക്തിയോ കേൾവിശക്തിയെ പോലെയോ കൃത്യമായി അളക്കാവുന്നതല്ല ബുദ്ധിശക്തി. എങ്കിലും ബുദ്ധിയെ അളക്കാൻ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അളവുകോലാണ് IQ അഥവാ ഇന്റലിജൻസ് കോഷ്യന്റ്. വിവിധ പരീക്ഷകളിലൂടെ ഒരു വ്യക്തിയുടെ മാനസിക വളർച്ച അളക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ബുദ്ധിക്ക് അളവ് നിശ്ചയിക്കാനുള്ള പരക്കെ പ്രചാരമുള്ള IQ സ്കെയിലും നിലവിലുണ്ട്. പ്രായത്തിന് അനുസരിച്ച് ബുദ്ധി വളർച്ചയുണ്ടെങ്കിൽ IQ 100 ആയിരിക്കും. 95 മുതൽ 105 വരെയാണ് ശരാശരി ബുദ്ധി. ബുദ്ധിയുടെ ഒരു ഏകകം മാത്രമാണ് ഓർമ്മ. വാക്ചാതുരി, ചിന്താശേഷി, വിവേചനം, പദസമ്പത്ത്, ശ്രദ്ധ, സാമൂഹ്യബോധം തുടങ്ങിയ പല ഘടകങ്ങൾ ബുദ്ധിനിർണയ രീതിയിൽ പങ്കുവഹിക്കുന്നു. ഇവയെല്ലാം അളന്നാണ് ഒരാളുടെ IQ തീരുമാനിക്കുന്നത്. നിരവധി ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഈ ബുദ്ധിനിർണയത്തിനായി ഉപയോഗിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ, ഭാഷ, സംസ്കാരം, പ്രായം, വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോരുത്തരുടെയും IQ വ്യത്യസ്തമായിരിക്കും. അതിനാൽ പൊതുവായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി എളുപ്പത്തിൽ IQ അളക്കാനാകില്ല. ഈ പരീക്ഷയിലൂടെ ലഭിക്കുന്ന ഒരാളുടെ മാനസികവും ബുദ്ധിപരവുമായ മിടുക്കിന്റെ അളവിനെ അതേ പ്രായത്തിലുള്ള ഒരാളുടെ ശരാശരി അളവുമായി ഭാഗിച്ച് ലഭിക്കുന്ന സംഖ്യ 100 ഗുണിച്ചാണ് IQ സ്കോർ കണക്കാക്കുന്നത്. വിദ്യാർത്ഥികൾ പ്രധാനമായും ഗ്രഹണശേഷി, സങ്കല്പശേഷി എന്നിവ അളന്നാണ് IQ കണക്കാക്കുന്നതെങ്കിലും പഠന വൈകല്യമുള്ളവരിൽ അവരുടെ സമൂഹവുമായുള്ള ഇടപെടൽ കൂടി അളക്കാനുണ്ട്. 6 വയസ്സെങ്കിലും കവിഞ്ഞ് മാത്രമേ IQ അളക്കാവൂ. കാരണം കുട്ടികളിൽ എല്ലാ കഴിവുകളും ഈ പ്രായത്തിന് മുന്നേ പൂർണ്ണതയിലെത്തില്ല. IQവിന്റെ കാര്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെങ്കിലും കഴിവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നന്നായി സംസാരിക്കാനുള്ള കഴിവിലും ഓർമ്മയിലും ചുറ്റുപാടുകളിലുമായി ഇണങ്ങാനുള്ള കഴിവിലും സ്ത്രീകളാണ് മുന്നിൽ. എന്നാൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രശ്നപരിഹാരം നടത്താൻ ആണുങ്ങൾക്ക് കഴിവ് കൂടുതലാണ്. മനഃശാസ്ത്രജ്ഞർ, മനോരോഗ ചികിത്സകർ, പെരുമാറ്റ ശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ വിദഗ്ധർ തുടങ്ങിയവരാണ് പ്രധാനമായും IQ പരീക്ഷ നടത്തുന്നത്. എന്നാൽ IQ പരീക്ഷയുടെ സ്കോറിനെ മാത്രം ഒരു വ്യക്തിയുടെ ബുദ്ധിയുടെ അളവായി കണക്കാക്കേണ്ടതില്ല. തലച്ചോറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളെ ആവശ്യാനുസരണം ബോധതലത്തിലെത്തിക്കാനുള്ള കഴിവാണ് ഓർമ്മ. ഓർമ്മയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ തലച്ചോർ രേഖപ്പെടുത്തുന്നത്, വിവരങ്ങളുടെ ശേഖരണം, ആവശ്യമുള്ളപ്പോൾ വിവരങ്ങളുടെ വേർതിരിച്ചെടുക്കൽ എന്നിവയാണ് അവ. കമ്പ്യൂട്ടർ വിവരങ്ങൾ തിരഞ്ഞ് ആവശ്യമായവ മാത്രം നൽകുന്നത് പോലെയാണിത്. ഓർമ്മയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ പ്രശ്നപരിഹാരം നടത്തുന്നതാണ്
ബുദ്ധിസാമർഥ്യം. ഓർമ്മയെന്നത് ദൃഢബുദ്ധിയുടെ ഭാഗമാണെന്ന് പറയാം. ഓർമ്മയിലെ വിവരങ്ങൾ പ്രശ്നപരിഹാരത്തിന് ഉപയോഗിക്കുന്ന ശേഷിയാണ് ദ്രവബുദ്ധി. ഇവ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ബുദ്ധിസാമർഥ്യമുണ്ടാകുന്നത്. മികച്ച ഓർമ്മശക്തി ബുദ്ധിസാമർഥ്യത്തിന്റെ ലക്ഷണമാണ്. ചില ഫോൺ നമ്പറുകൾ നാം ഓർത്തിരിക്കാറുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതും വേഗത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നതുമായ ഈ ഓർമ്മയെ ഇമ്മീഡിയറ്റ് റീകോൾ എന്ന് വിളിക്കുന്നു. വഴി ചോദിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞു തരുന്നത് ഓർത്തുവെക്കേണ്ടതായും പിന്നീട് അവ ഉപയോഗിക്കേണ്ടതായും വരുന്നു. ഇങ്ങനെയുള്ള ഓർമ്മയെ വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുന്നു. കുട്ടിക്കാലത്തെ സംഭവങ്ങളും മറ്റും ദീർഘനാൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നവയാണ്. ഇതിനെ ദീർഘകാല ഓർമ്മ അല്ലെങ്കിൽ ലോങ് ടൈം മെമ്മറി എന്ന് വിളിക്കപ്പെടുന്നു. മനഃപൂർവ്വം ഓർമ്മയായി സൂക്ഷിക്കുന്നവയാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. സ്കൂൾ പാഠങ്ങളും മറ്റും ഇത് ഉൾപ്പെടുന്നു. വാഹനമോടിക്കുക, യന്ത്രങ്ങൾ പ്രവർത്തിക്കുക എന്നിവ നാം സൂക്ഷിക്കുന്ന യാന്ത്രികമായ ഓർമ്മകളാണ്. പ്രൊസീഡ്യൂറൽ മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ ഓർമ്മയെ ബാധിക്കുന്ന അസുഖങ്ങൾ പോലും എളുപ്പത്തിൽ ബാധിക്കില്ല. ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത് പോലെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ബുദ്ധിപരമായ കഴിവുകളെ ഉപയോഗിക്കാനുള്ള ശേഷി ഒരു പരിധിവരെ മെച്ചപ്പെടുത്താൻ കഴിയും. ബുദ്ധി വർദ്ധിപ്പിക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല എന്നറിയുന്നതാണ് പ്രധാനം. നിരന്തര ശ്രമങ്ങളിലൂടെയും പരിശീലനങ്ങളിലൂടെയും ബുദ്ധിയെ മൂർച്ചയുള്ളതാക്കി നിലനിർത്താൻ കഴിയും. ചെറുപ്പം മുതലേ ബുദ്ധിപരമായ കളികളിൽ ഏർപ്പെടുന്നവർക്കും പദപരിചയം വർദ്ധിപ്പിക്കുന്നവർക്കും ബുദ്ധിക്ക് കൂടുതൽ തിളക്കമുണ്ടാകും. അധ്വാനിക്കുന്ന പേശികളെക്കാൾ കൂടുതൽ ഊർജം ചെലവഴിക്കുന്നത് തലച്ചോറാണ്. ശരീരത്തിലെ രക്തപ്രവാഹത്തിലെ 1/5 വിനിയോഗിക്കുന്നതും തലച്ചോറ് തന്നെയാണ്. ഏകദേശം 100 ദശലക്ഷം ന്യൂറോണുകളും അവ തമ്മിൽ 1000 ട്രില്യൺ സന്ധിബന്ധങ്ങളുമാണ് തലച്ചോറിൽ ഉള്ളത്. ഓരോ സന്ധിബന്ധങ്ങൾക്കും അർത്ഥവും അവയുടേതായ ജോലിയുമുണ്ട്. ഈ ന്യൂറോണുകൾ ശരിയായ ഉത്തേജനം നൽകുന്ന വഴി തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ ഭക്ഷണം ചിന്തകളെയും ഓർമ്മയെപ്പോലും ബാധിക്കുന്നു. പോഷകസമൃദ്ധമായ ഭക്ഷണം ബുദ്ധി വളർച്ചയ്ക്ക് ആവശ്യമാണ്. തലച്ചോറിന് ശരിയായ വളർച്ചയും വികാസവും ഉണ്ടാക്കുന്നതിന് പോഷകങ്ങൾ അത്യാവശ്യമാണ്. ഭക്ഷണം ബുദ്ധിയുടെ പ്രവർത്തനക്ഷമത ബാധിക്കും. നമ്മുടെ തലച്ചോറിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രഭാത ഭക്ഷണം. രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനാൽ തലച്ചോറിന് ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കാതെ വരുന്നു. അതിനുശേഷം തലച്ചോറിന് ഊർജം ലഭിക്കുന്നത് പ്രഭാത ഭക്ഷണത്തിലൂടെയാണ്. പോഷക സമൃദ്ധമായിരിക്കണം പ്രാതൽ. പോഷകങ്ങൾ ധാരാളം അടങ്ങിയ പുട്ടും കടലയും പയറും ദോശയും ഇഡ്ഡലിയും സാമ്പാറും പോലുള്ള നാടൻ വിഭവങ്ങൾ തലച്ചോറിന് ഏറെ പ്രയോജനകരമാണ്. എന്നാൽ കൊഴുപ്പ് കൂടിയതും വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കരുത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിക്കാനും വേഗത്തിൽ പ്രതികരിക്കാനും ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാനും കഴിയും. ഉച്ചഭക്ഷണത്തിന്റെ പകുതി പങ്കും പഴങ്ങളും പച്ചക്കറിയും സലാഡുകളും ഒക്കെ ആയിരിക്കണം. തവിട് കളയാത്ത അരിയുടെ ചോറാണ് നല്ലത്. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമതയ്ക്ക് സഹായിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങളിൽ ധാരാളമായി ഉണ്ട്. അതുപോലെ ഇരുമ്പിന്റെ അളവ് കുറഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം തലച്ചോറിന് വേണ്ടത്ര ഓക്സിജൻ എത്തിക്കുന്നത് ഇരുമ്പിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മുരിങ്ങയില, ധാന്യങ്ങൾ എന്നിവയൊക്കെ ഇരുമ്പിന്റെ ഉറവിടങ്ങളാണ്. ഓറഞ്ച്, നാരങ്ങ പോലുള്ള സിട്രസ് പഴങ്ങളും പച്ചക്കറികളും ബുദ്ധിയും ഓർമ്മയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ ഏതെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങളോ മരുന്നോ ഒന്നും ബുദ്ധി വർദ്ധിപ്പിക്കുന്നില്ല. ആയുർവേദ വിധിപ്രകാരം ബ്രഹ്മി, വയമ്പ്, കുടങ്ങൽ, ഇരട്ടി മധുരം, ശംഖുപുഷ്പം, കൊടുവേലി തുടങ്ങിയവ ബുദ്ധി വികസിപ്പിക്കാൻ സഹായിക്കും. ബ്രഹ്മിയുടെ ഇല മാത്രം വേർതിരിച്ചെടുത്ത് നിഴലിൽ ഉണക്കിപ്പൊടിച്ച് 5 മുതൽ 10 തുള്ളി തേൻ ചേർത്ത് എന്നും രാവിലെ കഴിക്കാവുന്നതാണ്. അതുപോലെ സാരസ്വതാരിഷ്ടം ബുദ്ധിക്ക് വളർച്ച നൽകും. മദ്യം, മയക്കുമരുന്നുകൾ ഇവ പൂർണ്ണമായും ഉപേക്ഷിക്കാം. തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉറക്കം നേരിട്ട് ബാധിക്കുന്നുണ്ട്. തലച്ചോർ ഓർമ്മയെ അടുക്കി ഒതുക്കി ക്രമത്തിലാണ് ഉറക്കത്തിനിടയിലാണ് വയ്ക്കുന്നത്. ഹ്രസ്വകാല ഓർമ്മകൾ ദീർഘകാല ഓർമ്മയായി മാറുന്നതും ഉറക്കത്തിനിടയിലാണ്. വാഹനം ഓടിക്കുന്നത് പോലെയുള്ളവ പഠിക്കുമ്പോൾ ഉറക്കത്തിന് ശേഷം മെച്ചപ്പെടുന്നുവെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പഠിക്കുന്നതും അതിനാൽ നല്ലതാണ്. ഉറക്കത്തിനായി കൃത്യസമയം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്.
എത്ര സമയം ഉറങ്ങണമെന്ന് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും രീതി. ദിവസവും 8 മണിക്കൂർ ഉറങ്ങണമെന്നതാണ് ശരാശരി കണക്ക്. കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കാത്തത് അവരുടെ പഠനശേഷിയെയും ബുദ്ധിവളർച്ചയെയും സാരമായി ബാധിക്കും. എത്ര ഉറക്കം ലഭിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എങ്ങനെ ഉറങ്ങുന്നുവെന്നും. ശരിയായ രീതിയിൽ ശാന്തമായ സാഹചര്യത്തിൽ കിടന്നുറങ്ങുമ്പോഴാണ് ശരിയായ ഉറക്കം ലഭിക്കുന്നത്. ബുദ്ധിയുടെ വികാസവും ഭാഷാപഠനവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. മിക്ക IQ ടെസ്റ്റുകളും ഭാഷാ സ്വാധീനം, പദസമ്പത്തും അളക്കുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന മാതൃഭാഷയിൽ പഠിക്കുന്നതായിരിക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായകമാകുന്നത്. മാതൃഭാഷ തന്നെ ആദ്യം പഠിക്കണോ എന്നത് സാമൂഹ്യ സാഹചര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഏത് ഭാഷ പഠിച്ചാലും അതിൽ പ്രാഗൽഭ്യം നേടുക എന്നതാണ് പ്രധാനം. വിവിധ ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നത് അറിവും ഉല്ലാസവും ഒരേ സമയം പ്രദാനം ചെയ്യുന്നു. ധാരാളം ഭാഷകൾ പഠിക്കുന്ന വ്യക്തിയുടെ പദസമ്പത്തും അത്ര കണ്ട് കൂടുതലായിരിക്കും. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകും. കൂർമ്മബുദ്ധിയും തെളിഞ്ഞ ഓർമ്മയുമുള്ള മനസ്സാണ് ആരോഗ്യമുള്ള മനസ്സ്. ശരീരത്തിൽ എന്നതുപോലെ ബുദ്ധിയുടെ ഉണർവിനും വ്യായാമം ആവശ്യമാണ്. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്ക് വ്യായാമം എത്ര ഉത്തമമാണോ അത്ര തന്നെ അനിവാര്യമാണ് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കും. വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂടുന്നു, പിരിമുറുക്കം കുറയുന്നു, ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇവയൊക്കെയും തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കൂടാൻ സഹായിക്കുന്നു. ഒപ്പം തലച്ചോറിലെ കോശങ്ങൾ ശക്തവും വഴക്കമുള്ളതായി തീരുകയും ചെയ്യുന്നു. ഇത് കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുന്നു. വ്യായാമങ്ങളിൽ വെച്ച് ഏറ്റവും ലളിതവും ആർക്കും ചെയ്യാവുന്നതുമായ നടത്തം ബുദ്ധിയുടെയും ഓർമ്മയുടെയും വർധനവിന് കാരണമാകുന്നു. ആഴ്ചയിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും അരമണിക്കൂർ വീതം നടക്കാൻ തയ്യാറായാൽ ബുദ്ധി വർദ്ധിപ്പിക്കാൻ അത് മാത്രം മതിയാകും. നടത്തത്തിന് പുറമെ എയ്റോബിക്, നീന്തൽ, നൃത്തം തുടങ്ങിയവയും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും ഏകാഗ്രതയ്ക്കും നല്ലതാണ്. ധാരാളം ഊർജം ഉപയോഗിക്കപ്പെടുന്ന തലച്ചോറിലേക്ക് വ്യായാമം വഴി കൂടുതൽ ഓക്സിജൻ എത്തുന്നു. സ്ഥിരമായി ദീർഘകാലം വ്യായാമം ചെയ്താൽ മികച്ച ഫലമുണ്ടാകും. മേൽപ്പറഞ്ഞ സാധാരണ വ്യായാമങ്ങൾക്കപ്പുറം യോഗ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ബുദ്ധിക്കും ഓർമ്മയ്ക്കും കാര്യമായ വർധനയുണ്ടാക്കും. ബുദ്ധിവികാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന വ്യായാമക്കുറവ്, മലിനീകരണം, പോഷകാഹാരക്കുറവ്, രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് യോഗ മരുന്നാണ്. യോഗയിൽ തലച്ചോറിന് ഏറ്റവും ഗുണം നൽകുന്നത് സർവാംഗാസനം, പാർശ്വോത്താനാസനം, പ്രസാരിത പാദോത്താസനം, ശീർഷാസനം എന്നിവയാണ്. ഇവയ്ക്കെല്ലാം പുറമെ തലച്ചോറിൽ പുതിയ കോശങ്ങൾ ഉണ്ടാകാനും വ്യായാമം സഹായിക്കുന്നുവെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഒരു കാര്യം പഠിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതി മെച്ചപ്പെടുത്തുന്നത് വഴി ബുദ്ധിയും ഓർമ്മയും വർദ്ധിപ്പിക്കാം. ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുന്നതാണ് കാര്യം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതിനുള്ള ആദ്യപടി. വാക്കുകളെയും സംഭവങ്ങളെയും പാട്ടിലൂടെ അവതരിപ്പിച്ചാൽ ഓർമ്മ കൂടും. ഒരറിവ് സന്തോഷമോ ദുഃഖമോ ഉണ്ടാക്കിയാണ് നമ്മിലേക്ക് എത്തുന്നതെങ്കിൽ അത് ദീർഘകാലം ഓർമ്മയായി നിലനിൽക്കും. അതിനാൽ അറിവുകളെ വൈകാരികമായി സമീപിക്കുന്നത് നല്ലൊരു രീതിയാണ്. കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ ചുരുക്കപ്പേരുകളും കഥകളും കണ്ടെത്തുക. ജീവിതത്തിലെ പല വൈകാരിക മുഹൂർത്തങ്ങളും നാം മറക്കാത്തത് അവയിൽ നമ്മൾ പുലർത്തുന്ന വൈകാരികതയും ഇടപെടലുകളും കാരണമാണ്. ഇവ ഏത് വിഷയത്തോടും പുലർത്തിയാലും അവ മറക്കാൻ സാധിക്കില്ല. ബുദ്ധിയും ഓർമ്മയും ഗുണങ്ങളായി കാണാതെ വൈകാരികമായി കണ്ടാൽ ഓർമ്മിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഏത് കാര്യവും ഓർമ്മിക്കാൻ കഴിയും. പഠന പ്രക്രിയയ്ക്കും ആശയവിനിമയത്തിനും വായനയില്ലാതെ പറ്റില്ല. എത്രത്തോളം വായിക്കാൻ കഴിയുമോ അത്രത്തോളം അറിവും ഓർമ്മയും വർദ്ധിക്കും. ഒരേ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാതെ വിഷയങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കണം. ധാരാളം വായിക്കുന്നവരിൽ പ്രായം ചെല്ലുമ്പോൾ ഓർമ്മ നഷ്ടം വരില്ല. അതുപോലെ നിരീക്ഷണശേഷി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഓർമ്മശക്തിക്ക് നല്ലതാണ്. ഏതു നേരത്താണ് ഏറ്റവും ഏകാഗ്രത ലഭിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യാൻ ആ സമയം തിരഞ്ഞെടുക്കുക. ചിത്രങ്ങളിലൂടെ പഠിച്ചത് ഒരിക്കലും മറക്കില്ല. വാക്കുകളേക്കാൾ ചിത്രങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ പതിയും. മാതൃകകൾ, വസ്തുക്കളെയും ചിത്രരൂപത്തിലാക്കി ചാർട്ടുകൾ എന്നിവ കാര്യങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാനായി ഉപയോഗിക്കാം. ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ബുദ്ധിശക്തിയെ മെച്ചപ്പെടുത്താനുള്ള മികച്ച മാർഗമാണ്.
പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഓർമ്മശക്തിയെ ഉദ്ദീപിപ്പിക്കാൻ കഴിയും. ഇവ മൂലമുണ്ടാകുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും അതുവഴി ഏകാഗ്രത ലഭിക്കുകയും ചെയ്യുന്നു. ശാന്തമായ സാഹചര്യത്തിൽ കണ്ണുകളടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണ് ധ്യാനം. ഏത് സാഹചര്യത്തിലും ഏകാഗ്രത കൈവരിക്കാൻ ധ്യാനിക്കുന്നവർക്ക് സാധിക്കും. എല്ലാ ദിവസവും കുറഞ്ഞത് 20 മിനിറ്റ് ധ്യാനിക്കുക. ഓർമ്മയും ബുദ്ധിയും തെളിഞ്ഞു വരുന്നത് അറിയാൻ സാധിക്കും. ശാന്തമായ തികച്ചും വ്യക്തിപരമായ പ്രാർത്ഥനയും ഇതേ ഫലം തരുന്നതാണ്. ബുദ്ധിക്ക് നൽകുന്ന വ്യായാമങ്ങൾ മറവിയും ഓർമ്മനഷ്ടവും തടയും. കാരണം തലച്ചോർ ബുദ്ധിപൂർവം പ്രവർത്തിപ്പിക്കുന്നത് ഓർമ്മയും ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നു. പദപ്രശ്നം പൂരിപ്പിക്കുക, ചെസ്സ് കളിക്കുക, വലത് കൈകൊണ്ട് എഴുതുന്നവർ ആഴ്ചയിൽ അരമണിക്കൂർ ഇടത് കൈകൊണ്ട് എഴുതുക തുടങ്ങിയവ നല്ല ബൗദ്ധിക വ്യായാമങ്ങളാണ്. ചെസ് കളിച്ചതുകൊണ്ട് മാത്രം ഒരാളുടെ ബുദ്ധി കൂടില്ല. എന്നാൽ കൂടുതൽ സമയം ഒരു വിഷയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്താൻ ഇത് പ്രേരിപ്പിക്കുന്നതിനാൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ബുദ്ധിക്ക് വേണ്ട പരിശീലനം നൽകിയാൽ അതിനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി തീർക്കാം. പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കുമ്പോൾ സങ്കീർണതകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് ഓർമ്മക്കുറവ് പരിഹരിക്കും. ബുദ്ധിയുടെ ഉപയോഗം കൂടുതൽ വേണ്ടിവരുന്ന ഇത്തരം വ്യായാമങ്ങൾ ബുദ്ധിയുടെ പല ശേഷികളെയും വികസിപ്പിക്കും. സൂത്രവിദ്യകളും ചുരുക്കെഴുത്തുകളും ഉപയോഗിച്ചാൽ കാര്യങ്ങൾ ഓർമ്മയിൽ തങ്ങി നിൽക്കും. മഴവില്ലിന്റെ 7 നിറങ്ങൾക്ക് വിബ്ജിയോർ എന്ന വാക്ക് പഠിച്ചാൽ മതിയാകും. പേരുകൾ ഓർത്തുവയ്ക്കുന്നത് മിക്കവർക്കും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ പേര് കേൾക്കുമ്പോൾ തന്നെ അവ ഏതെങ്കിലും ചിത്രങ്ങളോ രൂപങ്ങളോ കഥകളോ മറ്റുമായി ബന്ധപ്പെടുത്താൻ ശ്രമിച്ചാൽ ഓർത്തിരിക്കും. ഉദാഹരണത്തിന് കൃഷ്ണകുമാർ എന്ന ഒരു പേരു കേട്ടാൽ ഭഗവാൻ കൃഷ്ണനായി ബന്ധപ്പെടുത്താം. പിന്നീട് ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ബിംബം മനസ്സിൽ വരികയും പേര് ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതേ വിദ്യകൾ പഠിക്കാനായും ഉപയോഗപ്പെടുത്താം. ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനുള്ള ചില എളുപ്പവഴികൾ പറയാം. കാണാതെ പഠിക്കുന്നതിന് പകരം മനസ്സിലാക്കി പഠിക്കുക. ഒപ്പം പൂർണ്ണ ശ്രദ്ധ നൽകുക. ധ്യാനം, ശ്വസനക്രിയ എന്നിവ ശീലമാക്കുക. പ്രയാസമേറിയ കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ ചിത്രങ്ങളുടെ സഹായം തേടുക. കുറേയേറെ വാക്കുകൾ, പേരുകൾ തുടങ്ങിയവ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കാതെ അവയെ 3-4 വിഭാഗങ്ങളാക്കി അർത്ഥം നൽകുക. എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ കഴിയും. പകലുറക്കം പാടില്ല. TV കാണുന്നത് കുറയ്ക്കുക. പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ അവ നമുക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കാം. കാര്യങ്ങളെ ദിനചര്യകളോട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനുള്ള എളുപ്പമാർഗമാണ്. മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇത് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയെ തങ്ങി നിൽക്കാൻ സഹായിക്കും. ദിവസവും അരമണിക്കൂർ വ്യായാമം ചെയ്യുക. നടത്തമായാലും മതി. പദപ്രശ്നങ്ങൾ, ചെസ്, റൂബിക്സ് ക്യൂബ് തുടങ്ങിയവ ബുദ്ധിക്ക് ഉണർവേകുന്ന വ്യായാമശീലങ്ങളാണ്. ഉറക്കത്തിന് കൃത്യമായ സമയം പാലിക്കുക. പോഷകാഹാരം ശീലമാക്കുക. ആരോഗ്യകരമായ ബുദ്ധിപരമായ ചർച്ചകളിൽ ഏർപ്പെടുക. വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ വായിക്കുക എന്നിവയും ബുദ്ധിശക്തിയെ ഉണർത്തും. ശരിയായ വിശ്രമവും പ്രധാനമാണ്. പാരമ്പര്യം, ജീവിത സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ നിലവാരം എന്നിവയൊക്കെ ബുദ്ധിയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. കാൽക്കുലേറ്റർ പോലെയുള്ള സഹായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ബുദ്ധി കുറഞ്ഞു പോവുകയില്ല. എന്നാൽ സ്വയം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തലച്ചോറിനെ തെളിമയോടെ പ്രവർത്തനക്ഷമമായിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ മനസ്സും ശരീരവും എപ്പോഴും ഉണർവോടെ ഇരിക്കാൻ ശ്രദ്ധിക്കുക.